ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സാക്കി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മേക്കപ്പ് എങ്ങനെയാണ് ഡെയിലി റിമൂവ് ചെയ്യുന്നത്, അതായത് ക്ലെൻസിങ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കമ്മലൊക്കെ ഒന്ന് അഴിച്ച് വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആകും. അപ്പോൾ ആദ്യം ഹെയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കില്ല മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം. അതും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പിന്നെ വേണ്ടത് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഇല്ല, അതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലും വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മേക്കപ്പ് ക്ലെൻസിങ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ബെസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ക്ലെൻസിങ് ആണ് കേട്ടോ. ഈ ഓയിൽ ക്ലെൻസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ പെട്ടെന്ന് ഏജ് തോന്നിപ്പിക്കില്ല. അതുപോലെ ഫേസിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഓയിൽ ക്ലെൻസിങ് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു ഓയിൽ ക്ലെൻസിങ് ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഓയിൽ ക്ലെൻസിങ് ചെയ്യുക. പിന്നെ ഞാൻ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതൊക്കെ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ പിമ്പിൾസ് ഒന്നും വരാതിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ മസാജിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫേസിന്, അതായത് കൂടുതൽ ഏജ് തോന്നിപ്പിക്കാതിരിക്കാനും അതും ഫേസിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പിമ്പിൾസ് കാര്യങ്ങളുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ആ ടിഷ്യൂവിൽ വരും. അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ പതുക്കെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഓയിലൊക്കെ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഇങ്ങനെ ഇളകി വന്ന മേക്കപ്പൊക്കെ നമ്മുടെ ടിഷ്യൂവിൽ ആവും കേട്ടോ. അപ്പോൾ ടിഷ്യൂ അങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കും. അതിനുശേഷം നമുക്കിതാ നമ്മുടെ ഐലൈനറും എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ഐബ്രോസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം കേട്ടോ. അതിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ച് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൈസിലോ വാട്ടർ ഉണ്ട്, ഗാർണിയറിൻ്റെ പോൺസിൻ്റെ ഒക്കെ മൈസിലോ വാട്ടർ ഉണ്ടാവും. അത് വാങ്ങാൻ നമുക്ക് ഷോപ്പിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചിലർക്ക് ഐബ്രോസൊക്കെ ഈ കോക്കനട്ട് ഓയിൽ വെച്ചൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ, ഐലൈനറൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഐബ്രോസൊക്കെ ചിലർക്ക് കൊഴിയുന്നൊക്കെ ഉണ്ടാവും. എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഉള്ളവർക്ക് എന്താണ്, അപ്പോൾ നമ്മുടെ ഗാർണിയറിൻ്റെ അല്ലെങ്കിൽ മൈസിലോ വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനെന്താ നോർമൽ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.